നമ്മുടെ രാജ്യത്തെ ഓരോ കെടുകാര്യസ്ഥതയും പരിശോധിച്ച് പരിഗണിച്ച് തിരുത്തി ഞെട്ടിക്കുകയാണ് നമ്മുടെ കേന്ദ്ര സർക്കാർ. മാവോയിസ്റ്റുകളെ കേന്ദ്ര സർക്കാർ എങ്ങനെയാണ് ഒതുക്കിയതെന്ന് നമ്മൾ കണ്ടതാണ്. പാകിസ്ഥാൻ എങ്ങനെയാണ് ഒതുക്കിയത് എന്ന് നമ്മൾ കണ്ടതാണ്. കള്ളപ്പണം എങ്ങനെയാണ് കേന്ദ്ര സർക്കാർ ഒതുക്കിയതെന്ന് നമ്മൾ കണ്ടതാണ്. നമ്മുടെ രാജ്യത്ത് UPI അതെങ്ങനെയാണ് കൊണ്ടുവന്നത് എന്ന് നമ്മൾ കണ്ടതാണ്. ഇപ്പോഴിതാ നമ്മൾ ഈ 1974 മുതൽ അമിത്ഷാ അതുതൊട്ടുള്ള കലാപങ്ങളുടെ റിപ്പോർട്ട് വേണം എന്ന് അമിത്ഷാ കൃത്യമായി ആഭ്യന്തര വകുപ്പിന് നിർദ്ദേശം കൊടുത്തിരുന്നു. പല സംസ്ഥാനങ്ങളുടെയും പോലീസുമായിട്ട് ബന്ധപ്പെടണം. പോരാത്തതിന് അന്ന് നടന്ന കലാപങ്ങളുടെ കാരണങ്ങൾ, കലാപങ്ങൾക്ക് എവിടെ നിന്നാണ് ഫണ്ട് വന്നത്, ഇതെല്ലാം വേണം. ഖലിസ്ഥാൻ ഭീകരരുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ, മതങ്ങളുമായി, അതായത് മതസംഘടനയുമായിട്ട് നടന്ന വർഗീയ കലാപങ്ങൾ, ഒറ്റപ്പെട്ട ആക്രമണങ്ങൾ, അതിൻ്റെ കൂട്ടത്തിൽ ഈ ആൾക്കൂട്ട ആക്രമണവും തിക്കിലും തിരക്കിലും വിട്ട ആൾക്കാർ മരിക്കുന്നതിനെക്കുറിച്ചുള്ള റിപ്പോർട്ടും എടുക്കാൻ അമിത്ഷാ പറഞ്ഞിരുന്നു. ഇപ്പോഴിതാ ഒരു സുപ്രധാനമായിട്ടുള്ള വാർത്ത പുറത്തു വരുന്നത് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ജനക്കൂട്ട നിയന്ത്രണത്തിനായി പുതിയ മാർഗ്ഗനിർദ്ദേശങ്ങൾ തയ്യാറാക്കി എന്നുള്ളതാണ്. പ്രതിഷേധങ്ങൾ, വലിയ പരിപാടികൾ, കുംഭമേള പോലുള്ള മേളകൾ, സ്പോർട്സ് സ്റ്റേഡിയങ്ങൾ, മതപരമായിട്ടുള്ള പരിപാടികൾ, ബാബമാരുടെ പ്രസംഗങ്ങൾ തുടങ്ങിയവ കൈകാര്യം ചെയ്യുന്നതിനാണ് പുതിയ നിയമങ്ങൾ ലക്ഷ്യമിടുന്നത്. ഇതിനു പുറമെ വർഗീയ കലാപങ്ങൾ, വിദ്യാർത്ഥി പ്രകടനങ്ങൾ, സോഷ്യൽ മീഡിയ വഴി പടരുന്ന പൊതുജന രോഷം എന്നിവയും നിയമങ്ങളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നിലവിലെ സാഹചര്യം കണക്കിലെടുത്താണ് ആഭ്യന്തര മന്ത്രാലയം ഈ മാർഗ്ഗനിർദ്ദേശങ്ങൾ തയ്യാറാക്കിയിരിക്കുന്നത്. പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയിൽ കിംവദന്തികൾ വളരെ വേഗത്തിൽ പടരുകയാണ്. അതുവഴി ഒരു വലിയ സംഭവത്തിനുള്ള സാധ്യത വർദ്ധിക്കുന്നു. തുടർന്ന് ജനക്കൂട്ടത്തിൻ്റെ പുതിയ മാനസികാവസ്ഥയെക്കുറിച്ച് ഗവേഷണം നടത്തുകയും അതനുസരിച്ച് ജനക്കൂട്ട നിയന്ത്രണവും മാസ് ഗ്യാതറിംഗ് മാനേജ്മെൻറ്റും എന്ന പേരിൽ പുതിയ നിയമങ്ങളാണ് കേന്ദ്രം ഇപ്പോൾ തയ്യാറാക്കി വച്ചിരിക്കുന്നത്. ശരിയായ സമയത്ത് എങ്ങനെ നിയന്ത്രണം നേടാം, എല്ലാ പരിഹാരങ്ങളും ഉൾപ്പെടെ എന്നുള്ളതാണ് ഈ നിയമത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ബ്യൂറോ ഓഫ് പോലീസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റാണ് ഈ പുതിയ മാർഗ്ഗനിർദ്ദേശങ്ങൾ തയ്യാറാക്കിയിരിക്കുന്നത്. ക്രമരഹിതമായിട്ടുള്ള ഒത്തുചേരലുകളിലും പ്രകടനങ്ങളിലും നിയന്ത്രണം നിലനിർത്താനുള്ള വഴികൾ അവർ നിർദ്ദേശിക്കുന്നു. ഇതുകൂടാതെ സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യുന്നതിനും പ്രതികരിക്കുന്നതിനുമുള്ള നടപടികളും അവയിൽ ഉൾപ്പെടുന്നു. മാർഗ്ഗനിർദ്ദേശങ്ങൾ അനുസരിച്ച് ചെറിയ പ്രകോപനം കാരണം പോലും വിദ്യാർത്ഥികളുടെ ഒരു കൂട്ടം തെരുവിലേക്ക് ഇറങ്ങി നാശനഷ്ടങ്ങൾ വിതയ്ക്കാനോ കൊള്ളയടിക്കാനോ കഴിയും. അത്തരമൊരു സാഹചര്യത്തിൽ സംയമനവും ക്ഷമയും വിജയത്തിലേക്കുള്ള ഏറ്റവും വലിയ താക്കോലായി കണക്കാക്കപ്പെടുന്നു. ഈ അവസ്ഥ രൂക്ഷമാകാനുള്ള 13 പ്രധാന കാരണങ്ങളും ഈ നിയമത്തിൽ പറയുന്നുണ്ട്. 22% മുതൽ 40% വരെ മുസ്ലിം ജനസംഖ്യയുള്ള പ്രദേശങ്ങളിൽ വർഗീയ ആക്രമണങ്ങളും കലാപങ്ങളും ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണെന്ന് മാർഗ്ഗനിർദ്ദേശങ്ങൾ വ്യക്തമായി പറയുന്നു. വർഗീയ ആക്രമണത്തിന് കാരണമാകുന്ന 13 പ്രധാന ഘടകങ്ങൾ മാർഗ്ഗനിർദ്ദേശങ്ങൾ പട്ടികപ്പെടുത്തുന്നുണ്ട്. വ്യക്തികൾക്കോ ഗ്രൂപ്പുകൾക്കോ ഇടയിലാണ് വ്യക്തിപരമായിട്ടുള്ള തർക്കങ്ങൾ ഉണ്ടാകുന്നത്, ഒന്നാമത്തെ കാര്യം. പള്ളിയുടെ മുന്നിൽ ഉച്ചത്തിൽ സംഗീതം പ്ലേ ചെയ്യുന്നത്, രണ്ടാമത്തെ കാര്യം. മതപരമായ സ്ഥലങ്ങളിലോ അവയ്ക്ക് ചുറ്റുമുള്ള ഭൂമിയിലോ ഉള്ള കയ്യേറ്റം, മൂന്നാമത്തെ കാര്യം. മറ്റൊരു സമുദായത്തിൽപ്പെട്ടവർ ഭൂരിപക്ഷമുള്ള ഒരു പ്രദേശത്ത് നിന്നോ ഒരു മതസ്ഥലത്ത് നിന്നോ ഘോഷയാത്ര നടത്തുന്നത്, നാലാമത്തെ കാര്യം. സ്ത്രീകളെയോ പെൺകുട്ടികളോ ഉപദ്രവിക്കുന്നത്, അഞ്ചാമത്തെ കാര്യം. രണ്ട് വ്യത്യസ്ത സമുദായങ്ങളിൽ നിന്നുള്ള ഒരു യുവാവിൻ്റെയും യുവതിയുടെയും വിവാഹം, അത് ആറാമത്തെ കാര്യം. കൊലപാതക സംഭവം, ഏഴാമത്തെ കാര്യം. ഹോളി സമയത്ത് മറ്റ് സമുദായങ്ങളിൽ നിന്നുള്ളവരിൽ മേൽ നിർബന്ധിച്ച് നിറം പുരട്ടുന്നത്, എട്ടാമത്തെ കാര്യം. തെരുവിൽ അയൽപ്പക്ക ക്രിക്കറ്റ് മത്സരങ്ങളെക്കുറിച്ചോ ദേശീയ അന്താരാഷ്ട്ര ടീമുകൾക്കുള്ള പിന്തുണയെക്കുറിച്ചോ ഉള്ള തർക്കം, ഒൻപതാമത്തെ കാര്യം. മറ്റ് സമുദായങ്ങളിലെ നേതാക്കളുടെ പ്രതിമകൾ നശിപ്പിക്കൽ, പത്താമത്തെ കാര്യം. സോഷ്യൽ മീഡിയ പോസ്റ്റുകളിലൂടെ മറ്റ് സമുദായങ്ങളുടെ നേതാക്കളെ അപമാനിക്കൽ, അത് 11ാമത്തെ കാര്യം. മറ്റ് ജില്ലകളിലോ സംസ്ഥാനങ്ങളിലോ രാജ്യങ്ങളിലോ ഉള്ള പ്രശ്നങ്ങളെ ചൊല്ലിയുള്ള വർഗീയ സംഘർഷങ്ങൾ, 12ാമത്തെ കാര്യം. 13ാമത്തത് മതപരിവർത്തനം മൂലമുള്ള ആക്രമണങ്ങൾ. ഇത്രയും കാരണമാണ് ഒരു സ്ഥലത്ത് വർഗീയ സംഘർഷം പൊട്ടിപ്പുറപ്പെടുക, അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് ആൾക്കൂട്ട ആക്രമണം പൊട്ടിപ്പുറപ്പെടുക എന്നുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാകുന്നത്. അപ്പോൾ ഇത് തടയാനായി ഇത്രയും കാര്യങ്ങൾ കൃത്യമായി വേർതിരിച്ചുകൊണ്ട് എങ്ങനെയാണ് ഇത് തടയേണ്ടതെന്നുള്ള വ്യക്തമായിട്ടുള്ള മാർഗ്ഗനിർദ്ദേശമാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.